നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഒരു ഗ്രൂപ്പ് എന്നുള്ളത് മനസ്സിലാക്കി. ഈ ഗ്രൂപ്പ് നമുക്ക് രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ടാകാം കേട്ടോ. അതായത് ഫൈനൈറ്റ് ഗ്രൂപ്പും ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പും ഉണ്ടായിരിക്കാം. എന്താ ഫൈനൈറ്റ് ഗ്രൂപ്പ്? ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻസുകളാണ് ആ ഗ്രൂപ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻസുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഇനി നമ്മുടെ ഈ ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറംസുകളുണ്ട്, അല്ലെങ്കിൽ നമുക്കതിനെ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. തിയറംസുകളെ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കാം. അതിൽ ഫസ്റ്റ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഈസ് യുണീക്ക്. നമ്മൾ നേരത്തെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടല്ലോ. ആ എലമെൻറ്റ് ഒരു ഗ്രൂപ്പിന് ഒരു എലമെൻറ്റ് മാത്രം, ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. നമ്മൾ അസ്യൂം ചെയ്യാണ് ഒരു എലമെൻ്റ് അല്ല രണ്ട് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഞാനതിനെ E1 E2 എന്ന് ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സപ്പോസ് എ എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞത് ഈ ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ ആണെന്ന് നമുക്കറിയാലോ. ഞാൻ എന്ത് ചെയ്യുന്നു? എ ഇൻറ്റു E1 ഇസ് ഈക്വൽ ടു E1 ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ എന്ന് ഞാൻ പറയുന്നത്. സപ്പോസ് ഞാൻ ഇതിനെ 1 എന്ന് ഡിനോട്ട് ചെയ്ത് വെക്കുക, ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം മറ്റൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെങ്കിലും അതിനെയും എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എനിക്ക് കിട്ടേണ്ടത്? സെയിം എലമെൻറ്റ് തന്നെയല്ലേ കിട്ടേണ്ടത്? ഏതൊരു എലമെൻറ്റിനെയും അതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെയിം എലമെൻറ്റ് കിട്ടണം. അപ്പോൾ എനിക്ക് രണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് എ തന്നെ കിട്ടണം. അതാണ് നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 1ഉം 2ഉം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഇവിടെ നമുക്ക് RHS LHS നമുക്ക് എന്താണ് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ഇതിൻ്റെ RHS സെയിം ആണ് അല്ലേ? LHS A ഇൻറ്റു E1ഉം ഇവിടെ A ഇൻറ്റു E2 ആയാണ്, പക്ഷേ RHS സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ RHS സെയിം ആയതുകൊണ്ട് ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം: A ഇൻറ്റു E1 ഇസ് ഈക്വൽ ടു A ഇൻറ്റു E2. അതായത് രണ്ടും ഈക്വൽ ആണെന്ന് അർത്ഥം. രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എഴുതിക്കൂടെ? A ഇൻറ്റു E1 ഈക്വൽ ടു A ഇൻറ്റു E2, കാരണം RHS സെയിം ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ ഇനി നമുക്ക് ഒരു റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ എയും എയും രണ്ട് ഭാഗത്തും എ ഉണ്ട് അല്ലേ? രണ്ട് ഭാഗത്തും എ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എനെയും കൂടെ എനിക്ക് ഞാൻ ക്യാൻസൽ ചെയ്തു. രണ്ട് എയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? E1 ഈക്വൽ ടു E2. അതായത് നമ്മളെന്താ ഉദ്ദേശിച്ചത്? ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഐഡൻറ്റിറ്റീസും സെയിം ആണ്. ബോത്ത് ഐഡൻറ്റിറ്റീസ് ആർ സെയിം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറം. ഇനി അടുത്ത തിയറത്തിലോട്ട് നമ്മൾ പോവാണ്. അത് ക്യാൻസലേഷൻ തിയറാണ്. തിയറം 2 നമുക്ക് ക്യാൻസലേഷൻ തിയറാണ്. നമുക്ക് രണ്ട് ക്യാൻസലേഷൻ തിയറം ഉണ്ട്. അതായത് ഒന്നാമത്തത് ലെഫ്റ്റ് ക്യാൻസലേഷൻ തിയറും ഉണ്ട്, രണ്ടാമത്തെ റൈറ്റ് ക്യാൻസലേഷൻ തിയറും ഉണ്ട്. എന്താണ് ലെഫ്റ്റ് ക്യാൻസലേഷൻ തിയറം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം. സപ്പോസ് G എന്നുള്ള ഗ്രൂപ്പ് സ്റ്റാർ എന്നുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് ക്യാൻസലേഷൻ തിയറം പറയുന്നത് അല്ലെങ്കിൽ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് A സ്റ്റാർ B ഇസ് ഈക്വൽ ടു A സ്റ്റാർ C. നമുക്ക് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ലെഫ്റ്റിലുള്ള രണ്ട് എലമെൻസും സെയിം ആണല്ലോ. ഈ രണ്ട് എലമെൻസിനെയും ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് B ഈക്വൽ ടു C എന്ന് പറയാം. ഈ സംഭവമാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് തിയറത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ തിയറം നോക്കുക. ഈ തിയറത്തിൽ എന്താ പറയുന്നത്? ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോൻ്റെ അകത്ത് പറയുന്നത് ഇഫ് A സ്റ്റാർ B ഇസ് ഈക്വൽ ടു A സ്റ്റാർ C. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് എലമെൻസുകൾ സെയിം ആണ് എന്നുണ്ടെങ്കിൽ
ഇവരെ രണ്ട് പേരെയും എനിക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഈക്വൽ ടു സൈൻ ആണ് എന്നുണ്ടെങ്കിൽ കേട്ടോ, ഈക്വൽ ടു സൈൻ ആണെന്നുണ്ടെങ്കിൽ ഇവരെ രണ്ട് പേരെയും ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് ബി ഈക്വൽ ടു സി എന്നെഴുതാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്യാം. ഇതിപ്പോൾ സ്റ്റാർ എന്നുള്ളത് ബൈനറി ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യുന്നത്, ഞാൻ പ്ലസ് എന്നെടുത്ത്. ഫോർ എക്സാമ്പിൾ പ്ലസ് എന്ന് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് സി എന്നെടുത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിലുള്ള എലമെൻറ്റ്സ് സെയിം ആണല്ലോ, ഞാൻ അതിനെ രണ്ടിനെയും ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ബി ഈക്വൽ ടു സി എന്നെഴുതി. 2 + 3 ഇസ് ഈക്വൽ ടു, വേണ്ട പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നേക്കും. അതുപോലെ തന്നെ ഇനി റൈറ്റ് ക്യാൻസലേഷൻ ലോയുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ക്യാൻസലേഷൻ ലോ. റൈറ്റ് ക്യാൻസലേഷൻ ലോ പറയുന്നത് ഇതുപോലെ തന്നെ, ഇഫ് ബി സ്റ്റാർ എ ഇസ് ഈക്വൽ ടു സി സ്റ്റാർ എ ആണ് എന്നുണ്ടെങ്കിൽ, നോക്കൂ രണ്ടിൻ്റെയും റൈറ്റ് എലമെൻറ്റ് സെയിം ആണ് അല്ലേ. ഈക്വൽ ടു സൈനിൻ്റെ രണ്ട് ഭാഗത്തുള്ള എലമെൻറ്റ്സിൻ്റെ റൈറ്റ് സൈഡ് എലമെൻറ്റ്സുകൾ സെയിം ആയതുകൊണ്ട് ഇവരെ രണ്ട് പേരെയും ക്യാൻസൽ ചെയ്യാം. ആൻഡ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബി ഈക്വൽ ടു സി. എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത എന്താ, റൈറ്റ് ക്യാൻസലേഷൻ ലോയാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം, നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ സ്റ്റാർ ബൈനറി ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സി പ്ലസ് ബി ആണ് എന്നുണ്ടെങ്കിൽ ഇവരെ രണ്ട് പേരെയും ക്യാൻസൽ ചെയ്തിട്ട് വി ക്യാൻ സേ ദാറ്റ് എ ഈക്വൽ ടു സി. അപ്പോൾ ഇതാണ് റൈറ്റ് ക്യാൻസലേഷൻ ലോ. അപ്പോൾ നമ്മൾ രണ്ട് തിയറംസാണ് പറഞ്ഞത്. ഫസ്റ്റ് തിയറം പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കാം, അത് നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ സെക്കൻഡ് തിയറം ക്യാൻസലേഷൻ തിയറാണ്. അതിൽ ലെഫ്റ്റ് ക്യാൻസലേഷൻ തിയറും ഉണ്ട്, റൈറ്റ് ക്യാൻസലേഷൻ തിയറും ഉണ്ട്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് ലെഫ്റ്റ് ക്യാൻസലേഷൻ തിയറായിരുന്നു. അതായത് ഫസ്റ്റ് തിയറത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തത് ലെഫ്റ്റ് ക്യാൻസലേഷൻ തിയറമായിരുന്നു. ഇനി അടുത്ത തിയറാണ് ഇൻവേഴ്സ് തിയറം, ഇൻവേഴ്സ് യുണീക്ക്നെസ് ഓഫ് ഇൻവേഴ്സ് എന്നുള്ളത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഒന്നേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ തിയറത്തിൽ പറയുന്നത് ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഈസ് ഓൾവേസ് യുണീക്ക്. എല്ലായ്പ്പോഴും ഒരൊറ്റ ഇൻവേഴ്സ് മാത്രമേ ഒരു ഗ്രൂപ്പിന് ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സപ്പോസ് രണ്ട് യുണീക്ക് ഇൻവേഴ്സ് എലമെൻറ്റ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. ഞാനതിനെ എ ഡാഷ് എന്നും എ ഡബിൾ ഡാഷ് എന്നും, സപ്പോസ് രണ്ട് ഇൻവേഴ്സ് എലമെൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു എ എന്ന് പറഞ്ഞത് ഒരു എലമെൻറ്റ് ജി എന്നുള്ള ഗ്രൂപ്പിലുള്ള ഒരു എലമെൻ്റ് ആണെന്ന് വെക്കാം. ജി എന്നുള്ള ഗ്രൂപ്പിലുള്ള എലമെൻ്റാണ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഇ ആണെന്നുള്ളത് നമുക്കറിയാം. ഇ അതായത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഒന്നേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇനി എ സ്റ്റാർ രണ്ടാമത്തെ ഇൻവേഴ്സ്, രണ്ട് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അങ്ങനെയല്ല ഒന്നേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനെ കേട്ടോ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തത് എ ഇൻറ്റു എ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻവേഴ്സിന്, രണ്ട് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഇൻവേഴ്സിന് സെക്കൻഡ് ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്തെന്ന് മാത്രം, ഇസ് ഈക്വൽ ടു എ ഡബിൾ ഡാഷ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഇ ആണ്. ഓക്കെ അല്ലേ? അതായത് രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്നുള്ളത് അസ്യൂം ചെയ്ത് ഇൻവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ആ ഒരു എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ ആണ്, ഐഡൻറ്റിറ്റി എലമെൻ്റാണ് കിട്ടുക. അത് നമ്മളിവിടെ ചെയ്തു. നമ്മളിവിടെ നോക്കിയപ്പോൾ ഇതിൻ്റെ RHS സൈഡ് ഈക്വൽ ആണ്. RHS സൈഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് LHS സൈഡിനെ ഈക്വലാക്കി എഴുതിക്കൂടെ. അതായത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ എ ഡബിൾ ഡാഷ്. അതായത് നമുക്ക് ഇത് രണ്ടും RHS ഈക്വൽ ആയതുകൊണ്ട് ഇവ രണ്ടും ഈക്വലാക്കി നമ്മൾ എഴുതി. ഇനി നമ്മൾ ഏതെങ്കിലും ക്യാൻസലേഷൻ ലോ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയ സമയത്ത് നമുക്കറിയാം ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. കാരണം ഈ രണ്ട് എലമെൻറ്റും സെയിം ആണ്. ഞാൻ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക, എ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡബിൾ ഡാഷ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള രണ്ട് ഇൻവേഴ്സും ഈക്വലാണ് എന്നുള്ളത്. അതായത് ഒരൊറ്റ ഇൻവേഴ്സ്, യുണീക്ക്നെസ് ഓഫ് ഇൻവേഴ്സ് ആണ് നമുക്കിവിടെ കാണുന്നത്. ഒറ്റ ഇൻവേഴ്സ് മാത്രമേ ഈ ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇതാണ് നമ്മുടെ തേർഡ് തിയറം പറയുന്നത്. ഇനി നെക്സ്റ്റ് തിയറം പറയുന്നത് ദ ഇൻവേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ടു എലമെൻറ്റ്സ്
of a group is equal to the product of their inverses taken in reverse order. അതായത് സപ്പോസ് നമുക്ക് രണ്ട് എലമെൻസുകളുണ്ട്, രണ്ട് എലമെൻറ്റ്സ് എയും ബിയും ആണെന്ന് അസ്യൂം ചെയ്യാം. അതായത് എ ബി രണ്ട് എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ്, അതായത് എ ബി ഇൻവേഴ്സ് അതെന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ ഇൻവേഴ്സസ് ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ, അതായത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. ഇതാണ് ഈ തിയറം പറയുന്നത്. രണ്ട് എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും ഇൻവേഴ്സിന് ഈക്വൽ ആയിരിക്കും. എങ്ങനെ? റിവേഴ്സ് ഓർഡറിലുള്ള ഇൻവേഴ്സിന് ഈക്വൽ ആയിരിക്കും എന്ന പ്രോഡക്റ്റ് ഓഫ് ദെയർ ഇൻവേഴ്സസ് ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാണ്? അസ്യൂം ചെയ്യാണ്. എനിക്ക് സപ്പോസ് എയുടെ ഇൻവേഴ്സ്, എ എന്ന് പറഞ്ഞ എലമെൻറ്റ് അതിൻ്റെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ. അതുപോലെ തന്നെ ബി എന്നുള്ള എലമെൻറ്റ് ഉണ്ടെങ്കിൽ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്നുള്ളത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? സപ്പോസ് ഞാൻ അസ്യൂം ചെയ്യാണ് എ ബി എന്ന് പറഞ്ഞ് ഞാനൊരു പ്രോഡക്റ്റ് എടുത്ത് എ ബി എന്ന പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം എ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്ത്. നമുക്കറിയാം തിയറം പ്രകാരം ഇങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇതും നമുക്കൊരു പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? എ ബി എടുത്ത് ഇതിൻ്റെ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ഇ ആയിരിക്കും എന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇയിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? എ ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് എഴുതാമല്ലോ. ഇതൊക്കെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാനിന്നതിനൊന്ന് റീ അറേഞ്ച് ചെയ്തെന്ന് വെച്ചു. ഇനി ബി ഇൻറ്റു ബി ഇൻവേഴ്സ് നമുക്കറിയാം ഒരു എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും എടുത്തു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് എന്നുള്ളത് അല്ലേ. ഒരു എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇൻറ്റു ഇവിടെ നമ്മുടെ ബാക്കിയുള്ള എ ഇൻവേഴ്സും കൂടെ. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് എ ഇൻറ്റു ഇ ഇൻറ്റു എ ഇൻവേഴ്സ് എന്നുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് ഈ എ ഇൻറ്റു ഇ ഒന്ന് നമ്മൾ ചെയ്ത് നോക്കാം. ഒരു എലമെൻറ്റും അതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈനറി ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ആ എലമെൻറ്റ് തന്നെയാണ് കിട്ടുക. എ ഇൻറ്റു എന്ത് കിട്ടി? ബാക്കി വരുന്ന എ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ബാക്കി എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് കിട്ടി. ഈ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്താ? ഒരു എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും കൂടെ ബൈനറി ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പ്രോഡക്റ്റ് ആണ് എന്നുള്ളത്. പ്രോഡക്റ്റ് ഓഫ് ടു എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? എ ബി എന്നുള്ള പ്രോഡക്റ്റും അതിൻ്റെ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചു. എന്നിട്ട് ആണെന്നുള്ള ആ അസംഷനിൽ നമ്മൾ ചെയ്തപ്പോൾ എനിക്ക് ഇ എന്നുള്ള റിസൾട്ടിലെത്താൻ പറ്റി. അതായത് ഇതിൻ്റെ ശരിക്കുള്ള ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് എ ബി എന്നുള്ള പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് തന്നെയാണെന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. നമ്മൾ ആദ്യം അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് ഇയിലോട്ട് എത്തിച്ചേരാൻ പറ്റി. അതുകൊണ്ട് പറയാം ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ് അതിൻ്റെ ഇൻവേഴ്സ് എന്നുള്ളത് പറയാം. ഇനി നമുക്ക് തിരിച്ചൊന്ന് നോക്കാം. അതായത് ഇപ്പം നമ്മളിത് എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് അല്ലേ ചെയ്തത്. നമുക്ക് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ചെയ്തിട്ട് ഈ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് രണ്ട് രീതിയിലും ചെയ്ത് നോക്കണമല്ലോ. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് എഴുതി കൂടെ ഇതെല്ലാം പ്രോഡക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്തെത്തി ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു ബി. ഈ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് അല്ലേ. ഒരു എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ബി ഇൻവേഴ്സ് ഇൻറ്റു ഇ ഇൻറ്റു ബി എന്ന് കിട്ടി. ദെൻ
ബി ഇൻവേഴ്സ് ഇൻറ്റു നമുക്കറിയാം ഇ ഇൻറ്റു ബി. ഇ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു ബി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റും സെയിം എലമെൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എലമെൻറ്റ് തന്നെ സെയിം എലമെൻറ്റ് തന്നെ കിട്ടും. ബി ഇൻവേഴ്സ് ഇൻറ്റു ബി. ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞ് അതെന്താണ്? ഒരു എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് കേസിലും നമുക്ക് എന്ത് കിട്ടി? ഇ എന്നുള്ള റിസൾട്ടിലോട്ട് നമുക്ക് എത്തിച്ചേർന്നു. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഇ എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം ഈ മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു തിയറം പ്രകാരം നമ്മൾ എവിടെ എത്തിച്ചേർന്നേ? എ ബി ദ ഹോൾ ഇൻവേഴ്സ്, അതായത് രണ്ട് എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഇൻവേഴ്സസ് ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ. ഓരോ എലമെൻറ്റിൻ്റെയും ഇൻവേഴ്സിനെ റിവേഴ്സ് ചെയ്ത്, അതായത് പ്രോഡക്റ്റിനെ റിവേഴ്സ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും എന്നുള്ളത്. ഇതാണ് നാലാമത്തെ തിയറം പറയുന്നത്. ഇനി നമുക്ക് ഒരു തിയറം കൂടെ ഉണ്ട്, തിയറം നമ്പർ 5. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇഫ് ജി സ്റ്റാർ അല്ലെങ്കിൽ ജി ഡോട്ട് അല്ലെങ്കിൽ ഒരു ബൈനറി ഓപ്പറേഷൻ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ then the equation a into x is equal to b and y into a is equal to b have unique solution for all a b x y belongs to g. അതായത് നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ax is equal to b, y into a is equal to b. രണ്ട് ഇക്വേഷൻ, നമുക്കിങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുകൂടാതെ ഈ ജി എന്നുള്ളത് ഒരു ഗ്രൂപ്പും ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ എല്ലാ എലമെൻസിനും എക്കും എക്സിനും വൈക്കും ബിക്കും എല്ലാവർക്കും ഒരു യുണീക്ക് സൊല്യൂഷൻ ആണിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയും തിയറംസ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്, നമ്മുടെ ഗ്രൂപ്പ്സിൻ്റെ പ്രോപ്പർട്ടീസുകളായിട്ട് പഠിക്കാനുള്ളത്. ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.